സ്പൈഡക്സ് പരീക്ഷണം വിജയം. സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയ ISRO ചേസർ ഉപഗ്രഹം ടാർഗറ്റ് ഉപഗ്രഹവുമായി കൂടിച്ചേർന്നു. നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി മാറി ഭാരതം. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, വീണ്ടും മാനത്ത് അഭിമാനത്തിൻ്റെ നിമിഷം അല്ലേ? രാജ്, ആകാശത്ത് അല്ലെങ്കിൽ ബഹിരാകാശത്ത് അഭിമാനത്തിൻ്റെ നിമിഷം തന്നെയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം. ഭാരതം ഈ പരീക്ഷണം നടത്തി വിജയിക്കുന്ന 4ാമത്തെ രാജ്യമാകുന്നു എന്നതിനപ്പുറം തദ്ദേശീയമായി നിർമ്മിച്ച സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ അതിസങ്കീർണമായൊരു പരീക്ഷണം ആദ്യഘട്ടത്തിൽ തന്നെ വിജയകരമാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. നമുക്കറിയാവുന്നതാണ്, 2 ദിവസങ്ങളിലായി 7-ാം തീയതിയും ജനുവരി 7-നും ജനുവരി 9-നും ഇത് ഡോക്കിങ്ങിനുള്ള ദിവസം തന്നെ നിശ്ചയിച്ചിരുന്നു. ദിവസം തന്നെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ വീണ്ടും ഒരു പരീക്ഷണം കൂടി 12-ാം തീയതി വീണ്ടും ഒരു പരീക്ഷണം കൂടി, അതായത് ഏറ്റവും കൂടുതൽ ഈ 2 ഉപഗ്രഹങ്ങളെയും അടുപ്പിക്കുന്ന ഒരു പരീക്ഷണം കൂടി നടത്തിയത്. അത്തരത്തിൽ അടുപ്പിക്കുന്ന പരീക്ഷണം കൂടി നടത്തിയതിന് ശേഷമാണ് ഇന്ന് രാവിലെ 7 മണിയോടെ ഡോക്കിംഗ് സാധ്യമായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ISRO അനൗദ്യോഗികമായെങ്കിലും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെക്കാനിക്കൽ ഡോക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഡോക്കിംഗ്. അതായത് മെക്കാനിക്കൽ ഡോക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കൃത്യമായി ഇതിൻ്റെ മെക്കാനിക്കൽ സംവിധാനങ്ങൾ, അതായത് റോബോട്ടിക് ആം പോലുള്ള സംവിധാനങ്ങളും അതിൻ്റെ ക്ലാമ്പിംഗ് സംവിധാനങ്ങളും എല്ലാം കൃത്യമായി വിദൂര നിയന്ത്രിതമായി പ്രവർത്തിച്ച് ഡോക്കിംഗ് സാധ്യമാക്കുക. പിന്നീട് ഈ 2 സംവിധാനങ്ങളും തമ്മിലുള്ള ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി, അതുപോലെ തന്നെ മറ്റു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട്. ഈ 2 സാറ്റലൈറ്റുകളും ഒരുപോലുള്ള സാറ്റലൈറ്റുകളാണ്. 220 കിലോഗ്രാം ഭാരം വരുന്ന സ്പേഡക്സിൻ്റെ SDX-1, SDX-2 എന്ന് പറയുന്ന 2 സാറ്റലൈറ്റുകളും ഒന്നായി ചേർന്നതിന് ശേഷം, മെക്കാനിക്കലി ഒന്നായി ചേർന്നതിന് ശേഷം നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ കൃത്യമായി അതൊരു ഡോക്കിംഗ് പോയിന്റിൽ വന്ന് ഡോക്ക് ചെയ്തതിന് ശേഷം, കൂടിച്ചേർന്നതിന് ശേഷം ചില ക്ലാമ്പിംഗ് സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്ന ആ ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ്, നമുക്ക് വിസിബിളായ മൂവ്മെൻറ്റും അതിനുശേഷം ലേസർ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള പല സംവിധാനങ്ങളും അതിനുള്ളിലുണ്ട്. അത്തരം മൈക്രോ ഡോക്കിംഗ് ഉൾപ്പെടെ വിജയകരമായി പൂർത്തിയായതിന് ശേഷം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ചില സൂചനകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈക്രോ ഡോക്കിങ്ങിന് ശേഷം ഒരുപക്ഷെ ISRO ചെയർമാൻ V. നാരായണൻ തന്നെ നേരിട്ടെത്തി ഇക്കാര്യം അറിയിക്കാനുള്ള സാധ്യതയുമുണ്ട്. രാജ്യം വലിയൊരു നേട്ടം കൈവരിക്കുന്നതിൻ്റെ ആദ്യപടി, അതായത് നമുക്കറിയാവുന്നതാണ്, മൈലുകളോളമുള്ള യാത്ര ആരംഭിക്കുന്നത് ആദ്യത്തെ ചുവടിൽ നിന്നാണ് എന്ന് പറയുന്നത് പോലെ ബഹിരാകാശ സ്റ്റേഷൻ, അതുപോലെ തന്നെ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുക, അത്തരത്തിലുള്ള വിശാലമായ കാഴ്ചപ്പാടുകളോടെ ഭാരതത്തിൻ്റെ ബഹിരാകാശ രംഗം മുന്നോട്ട് കുതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതും മനുഷ്യനെ എത്തിക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി പറയാൻ സാധിക്കുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഭാരതത്തിൻ്റെ സ്പേസ് സ്റ്റേഷൻ എന്നതുൾപ്പെടെയുള്ള ലക്ഷ്യങ്ങളിൽ ഏറെ പ്രധാനമാണ് ഈ ഡോക്കിംഗ്. നമുക്കറിയാവുന്നതാണ്, ഡോക്കിംഗ് അല്ലെങ്കിൽ ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നത് ഭൂമിയിൽ നിന്നും പല ഘടകങ്ങളായി ബഹിരാകാശത്ത് എത്തിക്കുന്ന യന്ത്രഭാഗങ്ങളും അതുപോലെ തന്നെ സ്പേസ് സ്റ്റേഷൻ്റെ ഭാഗങ്ങളും എല്ലാം തന്നെ ബഹിരാകാശത്ത് വെച്ച് വിദൂര നിയന്ത്രിതമായി കൂട്ടിച്ചേർക്കുന്ന ഒരു നീക്കമാണ്. ആ വിദൂര നിയന്ത്രിതമായി കൂട്ടിച്ചേർക്കുന്ന സംവിധാനത്തിൻ്റെ ആദ്യ പരീക്ഷണം വിജയിച്ചു. ഇനി തുടർന്നുള്ള ഓരോ ഘട്ടത്തിലുള്ള പരീക്ഷണങ്ങളിലും ഇത് സാധ്യമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതോടൊപ്പം മറ്റു പല പരീക്ഷണങ്ങളും നടന്നിരുന്നു, അല്ലെങ്കിൽ അതെല്ലാം തന്നെ വിജയകരമായിരുന്നു. വിത്ത് മുളപ്പിച്ചതും റോബോട്ടിക് ഹാൻഡ് പ്രവർത്തിച്ചതും അതുപോലുള്ള നിരവധിയായ പരീക്ഷണങ്ങൾ ഇതിൻ്റെ അതായത് 470 കിലോമീറ്റർ മുകളിലാണ് ഈ 2 ഉപഗ്രഹങ്ങളുമെങ്കിൽ 370 കിലോമീറ്ററിലേക്ക് താഴ്ന്നു വന്ന് റോക്കറ്റിൻ്റെ മറ്റൊരു ഘടകത്തിൽ ഘടകത്തിൽ ഉണ്ടായിരുന്ന പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയിച്ചിരുന്നു. അതെല്ലാം തന്നെ പല തവണയായി വിജയിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ സ്പേഡക്സ് എന്ന് പറയുന്ന ഈ 2 ഉപഗ്രഹങ്ങൾ ഡോക്ക് ചെയ്യുന്ന ആ സംവിധാനം വൻ വിജയമായി മാറിയിരിക്കുന്നു എന്നത് ഭാവിയിലെ സ്പേസ് സ്റ്റേഷൻ്റെ കാര്യമാകട്ടെ, മനുഷ്യനെ എത്തിക്കുന്ന കാര്യമാകട്ടെ, ഇതിലെല്ലാം തന്നെ ഏറെ നിർണായകമായ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യാരംഗത്തും അതുപോലെ തന്നെ കൃത്യമായ ടെലിമെട്രി, അത് നമുക്കറിയാവുന്നതാണ്, ഭൂമിയിൽ നിന്നും 470 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തെ ഇത്രയും നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് പോലെ ഈ ചേർത്ത് കൊണ്ടുവരുന്നതിനും അത് കൃത്യമായി അടുപ്പിക്കുന്നതിനും ഒരുപോലെ ആക്കുന്നതിനുമുള്ളൊരു സംവിധാനം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മൈക്രോ പെർഫെക്ഷൻസ് വേണ്ടി വരുന്ന എല്ലാ സംവിധാനങ്ങളും ആണ് ഈ സ്പേസിൻ്റെ ഘടകങ്ങളെല്ലാം തന്നെ. നമുക്ക് ഓരോ സ്പേസിൻ്റെ സ്പേസിലേക്ക് അയച്ച ഉപകരണങ്ങൾ പരിശോധിക്കുമ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ മൈക്രോ സംവിധാനങ്ങൾ, ഏറ്റവും വളരെ ചെറിയ സംവിധാനങ്ങൾ, വളരെ ചെറിയ അളവിലുള്ള പ്രവർത്തനങ്ങളും ഏറ്റവും സൂക്ഷ്മമായ കൃത്യതയും അനിവാര്യമായി വേണ്ട ഈ സംവിധാനങ്ങളാണിത്. ഈ സംവിധാനങ്ങളെല്ലാം വിജയകരമായിരിക്കുന്നു എന്നത് ഭാവിയിൽ 2040 ഭാരതത്തിൻ്റെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകുമെന്ന് ഇന്ന് തന്നെ ഉറപ്പിക്കാമെന്ന ഒരു വാലിഡേഷൻ തന്നെയാണ് ഇപ്പോൾ ഈ സ്പേസ് ഡോക്കിങ്ങിലൂടെ നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. ഐസൻ ജോസ്, അതായത് ഈ കഴിഞ്ഞ ദിവസമാണ് പുതിയ ISRO ചെയർമാൻ ശ്രീ V. നാരായണൻ പറഞ്ഞത്, ദൗത്യം വൈകും, പരീക്ഷണം വൈകും, തിടുക്കമൊന്നുമില്ല, കരുതലോടെ മുന്നോട്ട് പോവുകയാണ് ലക്ഷ്യം എന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ സ്പാഡക്സിനെ കുറിച്ച് പരക്കുന്ന ആശങ്കകൾ ഒഴിവാക്കാൻ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. പക്ഷേ തീർച്ചയായും നമുക്ക് അറിയാവുന്നതാണ്, ഈ സ്പേഡക്സ് പരീക്ഷണത്തിൻ്റെ
പ്രതിസന്ധികൾ പലതും നമ്മൾ കടന്നുപോയിരുന്നു. ആദ്യഘട്ടത്തിൽ ജനുവരി 7-ന് നടത്താനിരുന്ന പരീക്ഷണം മാറ്റിവെച്ചു, ജനുവരി 9-ലേക്ക് മാറ്റിവെച്ചു. ജനുവരി 9-ന് ഈ പരീക്ഷണം നടക്കുന്നതിനിടയിലാണ് 225 മീറ്റർ, അതായത് 2 ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 20 കിലോമീറ്ററായി നിലനിർത്തി ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അകലം കുറച്ചു കൊണ്ടുവരിക. ഒരു വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു പിന്നിൽ വരുന്ന വാഹനം മുന്നിലുള്ളതിനേക്കാൾ വേഗത ആർജിക്കുന്നത് പോലെ ഈ ചേസർ ടാർഗറ്റിനേക്കാൾ കുറേ കൂടി വേഗത ആർജിച്ച് ചേസറിലേക്ക് ജോയിൻ ചെയ്യുക എന്നതാണ്, അല്ലെങ്കിൽ ടാർഗറ്റിലേക്ക് ജോയിൻ ചെയ്യുക എന്നതാണ് ഈ ദൗത്യം. അടിസ്ഥാനപരമായി ഈ ദൗത്യം ഇത് കൃത്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേളയിൽ നമുക്കറിയാവുന്നതാണ്, ഒരു സെക്കൻഡിൽ 8 കിലോമീറ്റർ വേഗതയിലൊക്കെയാണ് ഈ 2 ഉപഗ്രഹങ്ങളും ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതീവ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 2 ഉപഗ്രഹങ്ങളെ കൃത്യമായി ഡോക്ക് ചെയ്യുക എന്നത് ഏറെ സങ്കീർണമായൊരു പ്രവൃത്തിയാണ്. ഈ പ്രവർത്തനത്തിനിടയിൽ ഈ ആക്സലറേഷനിൽ ചെറിയ മാറ്റം വരികയും, അതായത് വെലോസിറ്റിയിൽ ചെറിയൊരു മാറ്റം വരികയും 225 മീറ്റർ ദൂരത്തേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നതിനിടെ കുറേ കൂടി അടുത്തേക്കത് പോവുകയും ചെയ്തതാണ്. അത്തരത്തിൽ അടുത്തേക്ക് പോയാൽ വീണ്ടും നമുക്കറിയാവുന്നതാണ്, ഇത്തരം അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 2 ഉപഗ്രഹങ്ങൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യത, അതായത് ഈ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം നടത്തുമ്പോൾ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അന്ന് മാറ്റിവെക്കുകയും 9-ാം തീയതി മാറ്റിവെച്ചത്. പിന്നീട് 12-ാം തീയതി 3 മീറ്റർ വരെ അടുപ്പിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കുന്നത്. പരീക്ഷണം വിജയകരം, സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ISRO. പുതിയ ചെയർമാന് അഭിമാനത്തിൻ്റെ നിമിഷം കൂടിയാണ്, മികച്ച തുടക്കമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.